നിലവിലെ നമ്മുടെ അധ്യക്ഷൻ ആരാണ്? സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അള്ളാഹു മഹാനവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഹിമ്മത്തോടെ ഈ ഉമ്മത്തിന് നയിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനവരുടെ പൂർവ്വപിതാവ് എവിടുന്ന് വന്നതാണ്? സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ. അദ്ദേഹം വന്നത് ഇതേ യമനിൽ തെരീമിൽ നിന്നാണ് വന്നത്. ഇതൊക്കെ യാദൃശ്ചികം എന്ന് പറയാൻ പറ്റുമോ? എന്താ യമനിലെ തെരീമിന്റെ ഒരു പ്രത്യേകത? ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ട്? ഒരുപാട് മഹത്വങ്ങൾ ഹദീസിലുണ്ട്. പ്രത്യേകിച്ച് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമീർ മുഅ്മിനീന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ആളുകൾ ആകെ അസ്വസ്ഥരായി, ഒരുപാട് ആളുകൾ മുർത്തദ്ദായി. ഇസ്ലാം എന്നങ്ങനെ പുറത്തു പോകുക, പുറത്തേക്കുള്ള ഒഴുക്ക് തുടരുകയാണ്. സക്കാത്ത് പിരിക്കാൻ ചെന്നപ്പോ അവരെ സമ്പത്തിന് സക്കാത്ത് ലഭിയ നിങ്ങൾ പിരിച്ചെടുക്കുന്ന കുറേ ഞങ്ങൾ നിങ്ങൾക്ക് സിദ്ദീഖുൽ സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞു. നിരവധി ക്രമപ്രശ്നങ്ങളുമായി പല രാജ്യത്തും വിധ്വംസ ശക്തികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ഉറച്ച പിന്തുണ കൊടുത്ത് ഒരാൾ പോലും മുർത്തദ്ദാകാതെ സക്കാത്ത് പൂർണ്ണമായും കൊടുത്തുകൊണ്ട് ഭരണകൂടത്തിന്റെ പാറ പോലെ ഉറച്ചു നിന്ന ഒരു പ്രദേശമാണ് യമനിലെ തെരീം, ഹദ്റമൗത്തിന്റെ ഭാഗമായ തെരീം. ഈ ഒരു ഘട്ടത്തിൽ സന്തോഷതുന്തിരനായി മഹാന അമീർ മുഅ്മിനീൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ തെരീം നിവാസികൾക്ക് വേണ്ടി ദുആ ചെയ്തു താരീഖിൽ കാണുന്നു. എന്താ ദുആ എന്നോ? അവിടെ നമ്മൾ അടിവരയിടേണ്ടത് അല്ലാഹുവേ ആ നാട്ടിലെ വെള്ളത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ. രണ്ടാമത് തെരീം എന്ന പ്രദേശം ഹദ്റമൗത്തിന്റെ ഭാഗമായ പ്രദേശം എന്നും ജനനിബിഡമായി നല്ല താമസയോഗ്യമായ സ്ഥലമായി നിലനിൽക്കട്ടെ. മൂന്നാമത്തെ പ്രാർത്ഥനയ്ക്കാണ് അടിവരയിടേണ്ടത് വെള്ളം കൊണ്ട് കാർഷിക വിളകൾ വളർന്നു വരുന്നത് പോലെ ആ തെരീം എന്ന നാട്ടിൽ നിന്ന് സ്വാലിഹീങ്ങൾക്കും ആലിമീങ്ങൾക്കും എപ്പോഴും അവരെ ജനിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് മുളപ്പിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് അമീർ മുഅ്മിനീൻ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവർ ദുആ ചെയ്തു. ആ സ്വാലിഹീങ്ങളും ആ ആലിമീങ്ങളും ആ ആരിഫീങ്ങളും ആ ഔലിയാക്കളുമാണ് ഇങ്ങോട്ട് വന്നത്. അവരെ പിന്തുണ പുറക്കാറാണ് തുടക്കത്തിൽ സമസ്തക്ക് നേതൃത്വം കൊടുത്തത്, ഇടക്കാലത്ത് നേതൃത്വം കൊടുത്തത്, ഏറ്റവും അവസാനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്നാൽ അടിത്തറയുള്ള ഒരു വിഭാഗം, നമ്മൾ അടിസ്ഥാനമുള്ള വിഭാഗം, നമ്മൾ കെട്ടുറപ്പുള്ള വിഭാഗമാണ്. ഇങ്ങനെ ഒരു കെട്ടുറപ്പ് ഈ കേരളത്തിലെ ഒരു മതസംഘടനക്കും അവകാശപ്പെടാൻ സാധ്യമല്ല, മറ്റൊരു പാർട്ടിക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജംഇയ്യത്തുലമയെ ദുർബലപ്പെടുത്താനും അതിനെ ഭിന്നിപ്പിക്കാനും അതിനെ ശിഥിലീകരിക്കാനും ആര് ശ്രമിച്ചാലും ശരി, ആ ശ്രമം വിജയിക്കാൻ പോകുന്നില്ല. കാരണം മഹാന്മാർ സ്ഥാപിച്ച സംഘടനയാണ്.